ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ GST ആണ് സ്റ്റാർട്ട് ചെയ്തത്. SAP എങ്ങനെ GST റെക്കോർഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്. അപ്പൊ അതിനകത്ത് നമ്മൾ കോൺഫിഗറേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ 5 കോൺഫിഗറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺടിൽ എനിക്ക് തോന്നുന്നു ടാക്സ് കോഡ് വരെ ഡിഫൈൻ ചെയ്തു അല്ലെ? ഓക്കെ. അപ്പൊ ടാക്സ് കോഡ് ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കിയിരുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. എഴുതിക്കൊള്ളുക, ഹെഡിങ് കൊടുക്കുക. assign 0% tax code for non-taxable transactions. Heading കൊടുക്കുക. assign 0% tax code for non-taxable transactions. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ നമുക്ക് GSTയില് ചില ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് ഉണ്ടാവാറില്ല. ഓക്കെ, ചില ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് GST ഉണ്ടാവാറില്ല. അങ്ങനെ GST ഇല്ലാത്ത സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ 0% ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ GST ഇല്ലാത്ത കുറെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ആ ഐറ്റംസിന് നമുക്ക് GST 0% ആണ്. അപ്പൊ നമ്മള് 0% ടാക്സ് കോഡ് എന്ത് ചെയ്യണം? നോൺ ടാക്സബിൾ ട്രാൻസാക്ഷൻസിൽ അസൈൻ ചെയ്യണം. അപ്പൊ അത് അസൈൻ ചെയ്യുന്ന ഡി കോഡ് OBCL ആണ്. അപ്പൊ OBCL നമ്മൾ എന്ത് ചെയ്യും? അസൈൻ ചെയ്യും. പക്ഷേ നമ്മൾ അത് അസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 0% ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യണം. എവിടെ ക്രിയേറ്റ് ചെയ്യും? നമ്മൾ FTXPയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? FTXPയിൽ പോയിട്ട് 0% ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇന്നലെ ക്രിയേറ്റ് ചെയ്തതാണ് ടാക്സ് കോഡ്. സോ അതേപോലെ തന്നെ 0% ടാക്സ് കോഡും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അസൈൻ ചെയ്യുന്നതിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. അതും കൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡി കോഡ് എന്തായിരുന്നു? നമ്മൾ ടാക്സ് കോഡ് അസൈൻ ചെയ്യേണ്ട FTXP. അപ്പൊ FTXPയിൽ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പ് അതായിരുന്നു FTXP. അതിനകത്ത് നമ്മൾ ടാക്സ് കോഡ് അസൈൻ ചെയ്യണമായിരുന്നു, ഡിഫൈൻ ചെയ്യണമായിരുന്നു. അപ്പൊ അതിനകത്ത് കൺട്രി എന്നുള്ളടത്ത് IN കൊടുക്കുക. അവിടെ ടാക്സ് കോഡ് എന്നുള്ളടത്ത് എന്ത് ചെയ്യുക? ഒരു കോഡ് കൊടുക്കുക. എനിക്ക് വേണമെങ്കിൽ ഞാൻ I1 I4 വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ I5 കൊടുക്കാം. I5. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ തൽക്കാലം ഔട്ട്പുട്ട് CGST SGSTയും ഇൻപുട്ട് CGST SGST മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് CGST SGST 0%. ടാക്സ് ടൈപ്പ് എന്താണ്? ഔട്ട്പുട്ട് ആണ്. ഞാൻ അവിടെ ഔട്ട്പുട്ട് കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കാം. അതിനുശേഷം ഞാൻ ഔട്ട്പുട്ട് CGSTയുടെ അവിടെ 0യും ഔട്ട്പുട്ട് SGSTയുടെ അവിടെ 0യും കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പൊ ടാക്സ് കോഡ് I5 ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ ഇൻപുട്ട് CGST SGSTയും ചെയ്യാം. ഇൻപുട്ട് CGST and SGST 0%. ടാക്സ് ടൈപ്പ് എന്താ കൊടുക്കാം? ടാക്സ് ടൈപ്പ് കൊടുക്കേണ്ടത് എന്താ? ഇൻപുട്ടിന്റെ. നമ്മളോട് ഇൻപുട്ട് ടാക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞ് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയുടെ അവിടെ 0 കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പൊ ടാക്സ് കോഡ് I6 എന്തായിട്ടുണ്ട്? ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 0% ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് എന്ത് ചെയ്യണം? നമ്മള് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതെങ്ങനെ അസൈൻ ചെയ്യും? അസൈൻ ചെയ്യാനുള്ള T കോഡാണ് ഇവിടെ പറഞ്ഞത്, OBCL. അപ്പൊ OBCL എന്ത് ചെയ്യണം? അത് കൊണ്ടുപോയി അസൈൻ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാം? /OBCL കൊടുക്കുക. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ കൊടുക്കാം. പൊസിഷൻ കൊടുത്ത് കമ്പനി കോഡ് അടിച്ചു കൊടുക്കുക. എൻ്റർ അടിക്കാം. കമ്പനി കോഡ് അടിക്കുക. എൻ്റർ അടിക്കാം. എന്നിട്ട് ഇൻപുട്ട് ടാക്സ് എന്നും ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞ് 2 കോളംസ് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടും ഔട്ട്പുട്ട് ടാക്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 2 കോഡും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇൻപുട്ട് ടാക്സ് കോഡും ഔട്ട്പുട്ട് ടാക്സ് കോഡും. അപ്പൊ ഇൻപുട്ട് ടാക്സ് കോഡ് എന്നുള്ളടത്ത് ഞാൻ ഇവിടെ I5 ആണ് കൊടുക്കുന്നത്. സോറി, I6 ആണ് കൊടുക്കുന്നത്. കാരണം I6 ആണ് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. മറ്റൊരിടത്ത് I5 കൊടുക്കുകയാണ്. ഓക്കെ, മറ്റൊരിടത്ത് I5 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഇൻപുട്ട് ടാക്സ് കോഡ് എടുത്ത് I6ഉം ഔട്ട്പുട്ട് ടാക്സ് കോഡ് അവിടെ I5 കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യും. കാരണം ഔട്ട്പുട്ട് ഞാൻ I5 കൊടുത്തത്, അതുകൊണ്ടാണ് അവിടെ I5 കൊടുത്തത്. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്താ കൊടുക്കേണ്ടത്? ഇവിടെ assign 0% tax code for non taxable transactions എന്ന് പറഞ്ഞിട്ട്
എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എൻ്റർ അടിച്ച് സേവ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, OBCL പോയിട്ട് അസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? OBCL അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അല്ലേ? കശ്ഫുൾ ഓക്കെ ആണോ? ഓക്കെ ആണോ കശ്ഫുൾ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്രിയേറ്റ് ലെഡ്ജർ. അടുത്ത സ്റ്റെപ്പ് കൊടുക്കുക, ക്രിയേറ്റ് GST ലെഡ്ജേഴ്സ്. ക്രിയേറ്റ് GST ledgers. Create GST ledgers. T കോഡ് എന്താ? നമുക്ക് എല്ലാം പരിചയമുള്ള T കോഡാണ് FS00. FS00 എന്ത് ചെയ്യുക, GST ledgers വരിക. GST ledgers എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST. അങ്ങനെ 6 ledgers നിങ്ങൾ എന്ത് ചെയ്യുക, SAP-ൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ ഇൻപുട്ട് CGST, SGST, IGST നിങ്ങൾ എവിടെ ക്രിയേറ്റ് ചെയ്യണം? അസറ്റിന്റെ അടിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇൻപുട്ട് CGST, SGST, IGST അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാര്യം? ബിക്കോസ് ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് പേ ചെയ്താൽ നാളെ നിങ്ങൾക്ക് ആ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഇൻപുട്ട് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ടാക്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് വിളിക്കും, അസറ്റ് എന്നാണ് വിളിക്കുക. കാരണം നമുക്ക് ഭാവിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും, അസറ്റ് ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് CGST, SGST, IGST എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് CGST, SGST, IGST എന്താണ്, ലയബിലിറ്റിയിലായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ലയബിലിറ്റി എന്ന് പറയാൻ കാര്യം? ബിക്കോസ് ഇന്ന് ഞാൻ ഈ സെയിലിന്റെ ടാക്സ് കളക്ട് ചെയ്തെടുത്താലും നാളെ അത് എന്ത് ചെയ്യണം, ഗവൺമെന്റിന് അടയ്ക്കണം. അപ്പൊ ഗവൺമെന്റ് അടയ്ക്കാനുള്ളത് കൊണ്ട് അതെന്താ, ലയബിലിറ്റി ആണ്. അപ്പൊ ഗവൺമെന്റ് അടയ്ക്കാനുള്ളതുകൊണ്ട് ലയബിലിറ്റി, നമുക്ക് ഭാവിയിൽ അത് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻപുട്ട് ടാക്സ് അസറ്റുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തുകൊണ്ടാ അസറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? ബാക്കിയുള്ളവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. എന്താ, FS00 പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 6 ലെഡ്ജേഴ്സ് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ കമ്പനി കോഡ് നമ്മുടെ തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ഔട്ട്പുട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഔട്ട്പുട്ട് ഇവിടെ 6 ലയബിലിറ്റിയിലാണല്ലോ അല്ലെ? ഔട്ട്പുട്ട് ടാക്സ് എന്താണ്, ലയബിലിറ്റിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ലയബിലിറ്റിയുടെ ഇടയിൽ നമ്മൾ പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. GL അക്കൗണ്ട് ഞാൻ 1007 കൊടുക്കുന്നു. ദെൻ കമ്പനി കോഡ് കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ ലയബിലിറ്റി എന്ന് കൊടുക്കാം, ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് CGST എന്ന് കൊടുക്കാം. ലോങ് ടെക്സ്റ്റിനകത്ത് എന്തെങ്കിലും കൊടുക്കാം, ഔട്ട്പുട്ട് CGST എന്ന് കൊടുക്കാം. അതിനുശേഷം കൺട്രോൾ ഡേറ്റയിൽ വരിക, അവിടെ ബാലൻസ് ലോക്കൽ കറൻസി ഉള്ളി ടിക്ക് ചെയ്യാം. താഴെ വരുന്നു ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്യുക, സോർട്ട് കീ 001 കൊടുക്കുക. നോർമൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ബാലൻസ് ലോക്കൽ കറൻസി ടിക്ക് ചെയ്യുന്നു, ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്യുന്നു, സോർട്ട് കീ കൊടുക്കുന്നു 001. ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റിൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്താ കൊടുക്കുക, G001 കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, സേവ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, SGST ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, 1008 എന്ന് പറഞ്ഞു കൊടുക്കാം, എൻ്റർ അടിക്കാം. ഇവിടെ എന്ത് ചെയ്യുക, ലൈബ്രറി എന്ന് കൊടുക്കാം. എന്നിട്ട് അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ ബാലൻസ് ഷീറ്റ് കൊടുക്കാം. ഷോർട്ട് ടെക്സ്റ്റിന് അവിടെ ഔട്ട്പുട്ട് SGST കൊടുക്കാം. ലോങ് ടെക്സ്റ്റും അതന്നെ കൊടുക്കാം, ഔട്ട്പുട്ട് SGST. അത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ ഡേറ്റയിൽ വരുന്നു, ബാലൻസ് ലോക്കൽ കറൻസിയിൽ ടിക്ക് ചെയ്യുന്നു, ലൈൻ ഓഫ് ഡിസ്പ്ലേ ടിക്ക് ചെയ്യുന്നു, സോർട്ട് കീ 001. ദെൻ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് അവിടെ G001. സെയിം തന്നെ, വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ സേവ്. ഇതേപോലെ തന്നെ IGST ഞാൻ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മള് ബാലൻസ് ലോക്കൽ ടിക്ക് ചെയ്യുന്നു, ലൈനായിട്ട് ടിക്ക് ചെയ്യുന്നു, സോർട്ട് കീ കൊടുക്കുന്നു, ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റില് G001. അത്രേ ഉള്ളൂ. എന്നിട്ട് സേവ് ചെയ്യാം കേട്ടോ. അപ്പൊ IGST ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യണം. എവിടെ, അസറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാ, ഇൻപുട്ട് CGST, SGST, IGST ക്രിയേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാ, ഇവിടെ നമ്മൾ ആദ്യം GL അക്കൗണ്ട് നമ്മൾ ഒന്ന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോറി 8 കൊടുക്കാം. 8 കൊടുത്തു.
അക്കൗണ്ട് ഗ്രൂപ്പ് അസറ്റ്. ഇവിടെ അസറ്റ് ആണ് അക്കൗണ്ട് ഗ്രൂപ്പ്. ശ്രദ്ധിക്കുക, ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അസറ്റ് വേണം കൊടുക്കാനായിട്ട്. ഷോർട്ട് ടെക്സ്റ്റ് കൊടുക്കുക, ഇൻപുട്ട് CGST. ലോങ് ടെക്സ്റ്റും അങ്ങനെ കൊടുക്കുക, കൺട്രോൾ ഡേറ്റ. ദെൻ ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് അവിടെ അസറ്റ് എന്ന് മാത്രം എക്സ്ട്രാ കൊടുക്കുക. ഇനി അടുത്തത് വരിക. output SST check output അല്ലോ, input SST IGST SST. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ നമുക്ക് റീഡ് ചെയ്യാം. IGST അപ്പൊ നമ്മള് 6 ലെഡ്ജേഴ്സും റീഡ് ചെയ്ത് കേട്ടോ. ഔട്ട്പുട്ട് CGST SST IGST, ഇൻപുട്ട് CGST SST IGST ആണ് 6 ലെഡ്ജേഴ്സും റീഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഇതിനകത്ത് തന്നെ FS റോസറിനകത്ത് തന്നെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാറുണ്ട്. എഡിറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ലെഡ്ജർ ഫോർ ടാക്സ് കാൽക്കുലേഷൻ. എഡിറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ലെഡ്ജർ ഫോർ ടാക്സ് കാൽക്കുലേഷൻ. എഡിറ്റ് purchase and sales ledger for tax calculation. അതാണ് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മള് FS റോസറിനകത്താണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് GST വരുന്നുണ്ടല്ലോ, പർച്ചേസും സെയിൽസിലും GST വരുമല്ലോ. അപ്പൊ GST വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പർച്ചേസും സെയിൽസ് ലെഡ്ജറിൽ പോയിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. കാരണം നമുക്ക് അതിനകത്ത് GST ഉണ്ടല്ലോ പർച്ചേസും സെയിൽസിലും. സോ അത് നമുക്ക് GST ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം പർച്ചേസ് ലെഡ്ജർ എഡിറ്റ് ചെയ്യാം. അപ്പൊ പർച്ചേസ് ലെഡ്ജർ എടുക്കുന്നു. എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ കാണാം, കണ്ടോ, ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൺട്രോൾ ടാബ് എടുക്കാം. ഓക്കെ, കൺട്രോൾ ടാബ്. കൺട്രോൾ ടാബിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടാക്സ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. കണ്ടോ, ടാക്സ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ സെലക്ട് ചെയ്യുന്നത്, ഓൾ ടാക്സ് ടൈപ്സ് അലൗഡ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓൾ ടാക്സ് ടൈപ്സ് അലൗഡ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ടോ, ഒരു സ്റ്റാർ സൈൻ വന്നിട്ടുണ്ട്, അത് മതി. ഓക്കെ, ഒരു സ്റ്റാർ സൈൻ വന്നിട്ടുണ്ടാവും, അതാണ് നമ്മുടെ ടാക്സ് കാറ്റഗറി എന്ന് പറഞ്ഞത്. ഓൾ ടാക്സ് ടൈപ്സ് അലൗഡ്. ടാക്സ് കാറ്റഗറിയിൽ എന്ത് ചെയ്യണം, ഓൾ ടാക്സ് ടൈപ്സ് അലൗഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പോസ്റ്റിംഗ് വിത്തൗട്ട് ടാക്സ് അലൗഡ് ടിക്ക് ചെയ്യുക. പോസ്റ്റിംഗ് വിത്തൗട്ട് ടാക്സ് അലൗഡ് ടിക്ക് ചെയ്യുക. അപ്പൊ ടാക്സ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CGST SGST IGST ആണ്, എല്ലാ കാറ്റഗറീസും അലൗഡ് ആണ്. അതാണ് എന്ത്, ടാക്സ് കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റിംഗ് വിത്തൗട്ട് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒരു സ്റ്റെപ്പ് ചെയ്തായിരുന്നു, എന്താ 0% ടാക്സ് കോഡുകൾ സ്റ്റെപ്പ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ 0% ടാക്സ് വന്നാലും പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റണം. അത് പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് പോസ്റ്റിംഗ് വിത്തൗട്ട് ടാക്സ് അലൗഡ് എന്നും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചിലപ്പോൾ ചിലതിനകത്ത് GST ഉണ്ടാവില്ല. GST ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എന്നാലും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുക. അപ്പൊ പർച്ചേസ് ലെഡ്ജർ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരും, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. വാർണിംഗ് മെസ്സേജ് വരും, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു വിട്ടാൽ മതി. എന്തായി, സേവ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെയിൽസ് ലെഡ്ജറിലും ചെയ്യാം കേട്ടോ. ഇതേ തന്നെ നിങ്ങൾ സെയിൽസ് ലെഡ്ജറിലും ചെയ്യാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുന്നു, ചേഞ്ച് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ടാക്സ് കാറ്റഗറി എന്നുള്ളടത്ത് ഓൾ ടാക്സ് ടൈപ്സ് അലൗഡ് ക്ലിക്ക് ചെയ്യുക. പോസ്റ്റിംഗ് വിത്തൗട്ട് ടാക്സ് അലൗഡ് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പൊ എന്തായി, ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് ഒന്നും എൻ്റർ അടിച്ചു വിട്ടാൽ
എന്തായി നമ്മുടെ സെയിൽസിലും എഡിറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? എഡിറ്റ് പർച്ചേസ് ഓഫ് സെയിൽസ് ലെഡ്ജർ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ നോക്കാം. ഐ മീൻ ലാസ്റ്റ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫൈൻ ടാക്സ് അക്കൗണ്ട്സ് ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ്. Define tax accounts for automatic posting. Define tax accounts for automatic posting. ഈ ഒരു സ്റ്റെപ്പ് ഇത്തിരി വലിയ സ്റ്റെപ്പാണ്. വലിയ സ്റ്റെപ്പ് എന്നല്ല, ചെറിയ സ്റ്റെപ്പാണ്. പക്ഷെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ ഇത് ലെങ്തി ആണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പൊ ടി കോഡ് വരുന്നത് OB40 കേട്ടോ. OB40 എന്ത് ചെയ്യാം? OB40 കൊടുക്കുക. /OB40. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടുപിടിക്കുക. ഏത്? ടാക്സ് കോഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ടാക്സ് കോഡ് കണ്ടുപിടിക്കില്ലേ? എങ്ങനെ ടാക്സ് കോഡ് കണ്ടുപിടിക്കുക? ടാക്സ് കോഡ് അല്ല, നമ്മുടെ അക്കൗണ്ട് കീ ആണ്. നമ്മുടെ അക്കൗണ്ട് കീ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ അക്കൗണ്ട് കീ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു I91 കാണുന്നത്. നമുക്ക് I വെച്ച് സെർച്ച് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്യാം. I വെച്ചിട്ടാണ്. അപ്പൊ നമ്മളില്ലേ ശ്രദ്ധിക്കണം, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തില് നമുക്ക് ആദ്യം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്താണ് സെർച്ച് ചെയ്യുക. വേറെ ഓപ്ഷൻ ഇല്ല സെർച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നിൽ ഇവിടെ നോക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്പേഴ്സ് ആയിരിക്കും താഴെ വരാം. ആദ്യം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പിന്നെ നമ്പേഴ്സ്, അത് കഴിഞ്ഞിട്ടാണ് ആൽഫബറ്റ്സ് വരുന്നത്. സോ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് സെർച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ I91 എന്നാണ്. I91 കണ്ടോ? I91, I92, I93, I94, I95, I96 എന്ന് പറഞ്ഞത് കാണാൻ കണ്ടില്ലേ? ഓക്കെ, കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം. കണ്ടോ? I91, I92, I93, I94, I95, I96. ഇതാണ് നമ്മുടെ അക്കൗണ്ട് കീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഓർമ്മയില്ലേ? അപ്പൊ ഇതിൽ ഓരോന്ന് സെലക്ട് ചെയ്യുക. ആദ്യം ഇൻപുട്ട് CGS സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് NHTX ആണ് എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ലെഡ്ജർ ഇവിടെ അസൈൻ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റ സേവ് ചെയ്യാം. ആ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആവുന്ന വിൻഡോയില് ആ വിൻഡോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തേക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അക്കൗണ്ട് എന്നുള്ളടത്ത് എന്ത് കൊടുക്കുക? നമ്മുടെ ഇൻപുട്ട് CGST അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇൻപുട്ട് CGST അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്യണം? ഇൻപുട്ട് CGST. കാരണം ഇത് ഇൻപുട്ട് CGST അല്ലേ. അപ്പൊ ഇവിടെ എന്ത് സെലക്ട് ചെയ്യണം? ഇൻപുട്ട് CGST സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പോസ്റ്റിംഗ് കീ വരാം. അല്ല സോറി, ആദ്യം നമ്മൾ സേവ് ചെയ്യാം. പോസ്റ്റിംഗ് നോട്ടിഫൈ ഒരു മിനിറ്റ്. OB40 ചെറിയ നോക്കാം. വന്നു. I91, I92, I96. ഓക്കെ, ഞാൻ ആദ്യം ഇത് ക്ലിക്ക് ചെയ്യാണ്. എൻ്റർ അടിക്കാം. ആദ്യം ഇതൊന്ന് സേവ് ചെയ്യാം കേട്ടോ. സേവ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റിംഗ് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റിംഗ് അക്കൗണ്ട് അല്ല, പോസ്റ്റിംഗ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റിന്റെ അവിടെ ഡെബിറ്റിന്റെ അവിടെ 40 കൊടുക്കുക. ക്രെഡിറ്റിന്റെ അവിടെ 50 കൊടുക്കുക. ഡെബിറ്റിന്റെ അവിടെ പോസ്റ്റ് കീ 40 കൊടുക്കുക. ക്രെഡിറ്റിന്റെ പോസ്റ്റ് കീ 50. എല്ലാവർക്കും അറിയാലോ, ഡെബിറ്റിന്റെ പോസ്റ്റ് കീ 40 ആണ്, ക്രെഡിറ്റിന്റെ 50 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 40, 50 തന്നെ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് എടുക്കാം കേട്ടോ.
പോസ്റ്റിംഗ് കീ കൊടുത്തതിന് ശേഷം മാത്രമേ അക്കൗണ്ട്സ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് യെസ് കൊടുത്തേക്കാം. ഡു യു വോണ്ട് ടു സേവ് ഡേറ്റ എന്നുള്ളത് യെസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഡിഫൈൻ ടാക്സ് അക്കൗണ്ട്സ് ആണ്. ഡിഫൈൻ ടാക്സ് അക്കൗണ്ട്സ് ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് എന്നടിച്ച് സേവ് ചെയ്തേക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ട് ആണ്? നമ്മുടെ ഇൻപുട്ട് CGST എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് അടിക്കുക. ഓക്കെ, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഇൻപുട്ട് SGST എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റിംഗ് കീ എടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റിംഗ് കീ എടുക്കുക. ഇവിടെയും സെയിം തന്നെ. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ നമ്പർ 50 കൊടുക്കുക. ഓക്കെ, ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് അക്കൗണ്ട്സ് എടുക്കുക. അക്കൗണ്ട്സ് എടുത്തിട്ട് ഇവിടെ അക്കൗണ്ട് എന്നുള്ളിടത്ത് ഇൻപുട്ട് SGST അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇച്ചിരി ലെങ്തി ആണെന്നുള്ളത് പറയുന്ന റീസൺ ആണ്. ആൻഡ് സേവ്. ഓക്കെ, ഇനി ബാക്ക് അടിക്കുക. അടുത്ത അക്കൗണ്ട് എടുക്കുക, ഇൻപുട്ട് IGST. നമ്മൾ എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. പോസ്റ്റിംഗ് കീ എടുക്കുക. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. എന്നിട്ട് സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് എടുക്കാം. ഇവിടെ അക്കൗണ്ട് എന്നുള്ളിടത്ത് ഇൻപുട്ട് IGST എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് സേവ് ചെയ്യാം. ബാക്ക് അടിക്കുക. അടുത്ത അക്കൗണ്ട് എടുക്കുക, ഔട്ട്പുട്ട് CGST. നമ്മൾ ആദ്യം സേവ് ചെയ്തു. പോസ്റ്റിംഗ് എടുക്കുന്നു. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് എടുക്കാം. അക്കൗണ്ടിന്റെ അവിടെ ഔട്ട്പുട്ട് CGST എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഔട്ട്പുട്ട് CGST സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കാം. ഔട്ട്പുട്ട് SGST എടുക്കാം. സേവ് ചെയ്യാം. പോസ്റ്റിംഗ് എടുക്കാം. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. അക്കൗണ്ട്സ് എടുക്കാം. സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് എടുക്കാം. എന്നിട്ട് അക്കൗണ്ടിന് അവിടെ ഔട്ട്പുട്ട് SGST അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യാം. ഇനി ലാസ്റ്റ് എന്താ? ഔട്ട്പുട്ട് IGST. ഡബിൾ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്യാം. പോസ്റ്റിംഗ് എടുക്കാം. ഡെബിറ്റിന്റെ അവിടെ 40, ക്രെഡിറ്റിന്റെ അവിടെ 50. അത് കഴിഞ്ഞ് സേവ് ചെയ്യാം. എന്നിട്ട് അക്കൗണ്ട്സ് എടുക്കാം. അക്കൗണ്ടിന്റെ അവിടെ ഔട്ട്പുട്ട് IGST അക്കൗണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? സേവ് ചെയ്യും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക് പോസ്റ്റിങ്ങിന് അക്കൗണ്ട്സ് അസൈൻ ചെയ്യും. ക്ലിയർ ആണ് എല്ലാവർക്കും? എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾ പോസ്റ്റിങ്ങിലോട്ട് കടക്കാം. നമ്മുടെ എല്ലാം കോൺഫിഗറേഷൻസും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പോസ്റ്റിങ്ങിലോട്ട് കടക്കാം. പോസ്റ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു T കോഡ് നിങ്ങൾ ആദ്യം ഒന്ന് ചെന്ന് നോക്കണം. ഏത് T കോഡാ? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു T കോഡ് നോക്കണം എന്ന് പറഞ്ഞു. ഏത് T കോഡായിരുന്നു? ആ T കോഡ് പറഞ്ഞാൽ മതി. എക്സ്പ്ലനേഷൻ വേണ്ട, T കോഡ് പറഞ്ഞാൽ മതി. ഏത് T കോഡായിരുന്നു നോക്കാൻ പറഞ്ഞിരുന്നത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്? ആർക്കറിയാവുന്നത്? ഇന്നത്തെ ക്ലാസ് കേട്ടുള്ളത് അറിയാൻ പറ്റും. എന്തായിരുന്നു? എന്തായിരുന്നു കഷ്ഫുൾ നോക്കാൻ പറഞ്ഞിരുന്ന T കോഡ് ഏതായിരുന്നു? പറഞ്ഞോ, എന്തായിരുന്നു T കോഡ്? പറഞ്ഞോ. നമ്മൾ പറഞ്ഞായിരുന്നോ നമുക്ക് ഇടക്കിടക്ക് ഒരു T കോഡ് വിസിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അതിനകത്ത് അതെന്തെങ്കിലും ചെക്ക് ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞു ഒരു കാര്യം. ഏതായിരുന്നു? പറഞ്ഞോ, ഏതായിരുന്നു? പറഞ്ഞില്ലേ? ഏതായിരുന്നു? നിങ്ങൾ നോക്കിക്കേ, ആ 9 കോൺഫിഗറേഷനകത്ത് ഒരു കോൺഫിഗറേഷൻ നമ്മൾ ഇടക്കിടക്ക് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു?
ഭയങ്കര ബോറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് ഏതായിരുന്നു? എന്തായിരുന്നു ഷിബില നോക്കാൻ? ഏതായിരുന്നു ഇടക്കിടക്ക് പോണോന്ന് പറഞ്ഞത്? ഏതി കൂടെ ആയിരുന്നു? OBQ3 ടാക്സ് പ്രൊസീജിയറിന്റെ എന്തോ OBQ3 ടാക്സ് പ്രൊസീജിയർ അല്ല, അടുത്തെത്തി. അതിന്റെ മറ്റേ ട്രാൻസാക്ഷൻ കീ അല്ല അല്ല, ഒരു സ്റ്റെപ്പ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ പ്രൊസീജിയർ ഡിഫൈൻ ചെയ്തു. ടാക്സ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? ടാക്സ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്ത് OBPG. അതന്നെ. അതായത് എന്തായിരുന്നു? അസൈൻ ടാക്സ് പ്രൊസീജിയർ ടു കൺട്രി കോഡ്. ഓർമ്മയിലെ ആ സ്റ്റെപ്പ്? ആ അസൈൻ ടാക്സ് പ്രൊസീജിയർ ടു കൺട്രി കോഡ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് OBPG. അവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ പൊസിഷൻ കൊടുത്ത് കൺട്രിയുടെ അവിടെ നമ്മുടെ കൺട്രിയുടെ കീ അടിക്കാം. കണ്ടോ, അവിടെ ഇപ്പൊ TSS6 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ അതെന്താ? നമ്മുടെ പ്രൊസീജിയർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊസീജിയർ ആക്കി മാറ്റി കൊടുക്കണം. എന്താ നമ്മുടെ പ്രൊസീജിയർ? നമ്മുടെ കമ്പനി കോഡ് തന്നെയായിരുന്നു, NI78 തന്നെയായിരുന്നു നമ്മുടെ പ്രൊസീജിയർ. അപ്പൊ അതന്നെ കൊടുക്കുന്നു, സേവ് ചെയ്യാം. എന്താ സേവ് ചെയ്യേണ്ട? അസൈൻ ടാക്സ് പ്രൊസീജിയർ ടു കൺട്രി കോഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്റർ അടിച്ച് സേവ്. അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാ? നിങ്ങള് GST എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. എവിടെ പോയിട്ട്? നമ്മുടെ ആദ്യം നമുക്ക് പർച്ചേസ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പർച്ചേസിന് ഡീ കോഡ് എന്തായിരുന്നു? F-43. F-43 പോയിട്ട് എന്ത് ചെയ്യാം? പർച്ചേസിന് ഒരു എൻട്രി ഇട്ട് നോക്കാം. ഞാൻ ഡോക്യുമെന്റ് ചെയ്യാൻ ഇന്നത്തെ റേറ്റ് തന്നെ കൊടുത്താണ്. ദെൻ നമ്മുടെ കമ്പനി കോഡും കറൻസിയും കൊടുക്കാം. ദെൻ പോസ്റ്റിംഗ് കീഴിൽ അവിടെ 31 കൊടുക്കുന്നു. അക്കൗണ്ടിന്റെ അവിടെ നമ്മുടെ വെണ്ടർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെണ്ടർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എൻട്രി അടിക്കുക. എൻട്രി അടിച്ചതിന് ശേഷം എമൗണ്ടിന്റെ അവിടെ എത്ര എമൗണ്ട് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ഇവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുമ്പോൾ GST ഇൻക്ലൂഡഡ് എമൗണ്ട് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ എന്ത് കൊടുക്കുക? GST ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ അത് എത്ര ഉണ്ടായിരുന്നു? GST എന്ന് പറയുന്നത് GST കൂടി ഇൻക്ലൂഡ് ചെയ്ത് 1,18,000 ആണ്. അപ്പൊ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ 1,18,000 വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? എമൗണ്ട് കൊടുക്കാൻ. ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കുക? GST കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ബിസിനസ് ഏരിയ കൊടുക്കുക, എറണാകുളം. ടെക്സ്റ്റിന് അവിടെ എന്ത് കൊടുക്കുക? ബീയിങ് പർച്ചേസ് ഫ്രം റോംബ്ലർ. പർച്ചേസ് ഫ്രം റോംബ്ലർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ലൈൻ ഐറ്റം എടുക്കുക. ഇതിനകത്ത് കാൽക്കുലേറ്റ് ടാക്സ് എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ടിക്ക് ചെയ്തേക്കാം. കാൽക്കുലേറ്റ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതും ടിക്ക് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പറയാം, എമൗണ്ട് എന്നുള്ളിടത്ത് നിങ്ങൾ GST കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിനകത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ്, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റ്, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റ് ടു വെണ്ടർ. വെണ്ടറിനകത്ത് എത്ര ഇട്ടിരുന്നത്? 1,18,000 അല്ലേ? ഈ 1,18,000 തന്നെ ഇവിടെ ഇടുക. എന്നിട്ട് കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ബിസിനസ് ഏരിയയും ടെക്സ്റ്റും കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ ആയിട്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പർച്ചേസിന് പോസ്റ്റിംഗ് ചെയ്താൽ 40 അല്ലേ? നമ്മളിവിടെ 40 കൊടുക്കുന്നു. അക്കൗണ്ടിന് അവിടെ നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ടിന് അവിടെ പർച്ചേസ് അക്കൗണ്ട് സെലക്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻറ്റർ അടിക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കാം? എൻറ്റർ അടിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എമൗണ്ടിന് അവിടെ സ്റ്റാറും ബിസിനസ് ഏരിയ കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റിന്റെ അവിടെ പ്ലസും കൊടുക്കുക. ഓക്കെ, പ്ലസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടാക്സ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, കണ്ടോ എല്ലാവരും? ടാക്സ് കോഡ്. അവിടെ നിങ്ങളുടെ ടാക്സ് കോഡ് കൊടുക്കാം. ടാക്സ് കോഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമേ. ഇപ്പൊ സെർച്ച് ചെയ്യാൻ കൊടുത്ത് ഇവിടെ എന്താ? ഇൻപുട്ട് അല്ലേ? അപ്പൊ ഇൻപുട്ട് CGST and SGST 18% കൊടുക്കാം. അതാണ് അവിടെ ഇപ്പൊ ടാക്സ് കോഡ്. അപ്പൊ നമ്മള് ഇൻപുട്ട് CGST and SGST എന്ന് ഇവിടെ കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എൻറ്റർ അടിക്കാം. എന്തടിക്കാം? എൻറ്റർ അടിക്കാം. എൻറ്റർ അടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന്
സേവ് ചെയ്യാം. എൻ്റർ അടിക്കുക, എന്നിട്ട് സേവ്. അപ്പൊ ഇവിടെ കണ്ടോ കറക്റ്റ് മാർക്ക് ലൈൻ ഐറ്റംസ് ആണ് കാണാം. അപ്പൊ റോംപ്ലർ ഒരു 1,18,000 ഉണ്ട്, പർച്ചേസ് 1 ലക്ഷം ഉണ്ട്. അതർ ലൈൻ ഐറ്റംസിന് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST 9,000 വീതം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇൻപുട്ട് CGST അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിന് അവിടെ പ്ലസ് കൊടുക്കുക, എൻ്റർ അടിച്ച് സേവ് ചെയ്താൽ ടെക്സ്റ്റ് ബിസിനസ് ഏരിയ കൊണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക SGSTയും കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ SGSTയും കൂടെ കൊടുക്കുക. ബിസിനസ് ഏരിയയും ടെക്സ്റ്റും കൊടുക്കുക. ബിസിനസ് ഏരിയയും കൊടുക്കുക, ടെക്സ്റ്റിന്റെ അവിടെ പ്ലസ് കൊടുത്ത് എൻ്റർ അടിക്കുക, സേവ് ചെയ്തപ്പോ കണ്ടോ ഡോക്യുമെന്റ് 3008 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇൻപുട്ട് CGST SGST വന്നതായിട്ട് നമുക്ക് കാണാം. ക്ലിയർ ആണ് എല്ലാവർക്കും എങ്ങനെയാ അത് വന്നേന്നുള്ളത്? ഓക്കെ അല്ലേ? GST ഇട്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യണം. എന്താ ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ട്, അതായത് നമ്മൾ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എമൗണ്ട് കൊടുക്കുന്ന കോളത്തില് ടാക്സും കൂടി ചേർത്തുള്ള എമൗണ്ട് കൊടുക്കുക, കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ പർച്ചേസിന് ഇതിനകത്ത് വരുമ്പോഴേക്കും ടാക്സ് കോഡ് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യും. ഓക്കെ, ഇതേപോലെ സെയിൽസ് നമുക്ക് ചെയ്ത് നോക്കാം. F-22 നമുക്ക് സെയിലിന്റെ ഇൻവോയ്സും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ സെയിം ഡീറ്റെയിലെ കൊടുക്കുകയാണ് 3-ാം തീയതി. 3-ാം തീയതി തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ അക്കൗണ്ട് കൊടുക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യാണ് സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട് നമ്മുടെ കസ്റ്റമർ അക്കൗണ്ട് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എമൗണ്ടിന് അവിടെ ഇവിടെയും സെയിം തന്നെ കൊടുക്കും. അപ്പൊ 1,18,000 കൊടുക്കുന്നില്ല, 59,000 മാത്രം കൊടുക്കുന്നു. 59,000 കൊടുക്കുന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ടാക്സ് കൊടുക്കാം. കാൽക്കുലേറ്റ് ടാക്സ് ടിക്ക് ചെയ്യാം, എന്നിട്ട് ബിസിനസ് ഏരിയ കൊടുക്കാം. അതിനുശേഷം ടെക്സ്റ്റിന് അവിടെ എന്ത് കൊടുക്കുക ബീയിങ് സെയിൽസ് ടു മെട്രോ പ്ലസ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ പോസ്റ്റിംഗ് 50 കൊടുക്കുക. അക്കൗണ്ടിന് അവിടെ സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, വലിയ മാറ്റം ഒന്നുമില്ല. സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ദെൻ എമൗണ്ടിന് അവിടെ സ്റ്റാർ, ടെക്സ്റ്റിന് അവിടെ പ്ലസ്, ബിസിനസ് ഏരിയ കൊടുക്കാം. അത് കഴിഞ്ഞ് ടാക്സ് കോഡ് കൊടുക്കണം കേട്ടോ. ടാക്സ് കോഡ് എന്താണ്? ഞാൻ T4 ആണ് സെലക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഐജിസ്റ്റ്. എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചതിന് ശേഷം സേവ് ചെയ്യാം. അപ്പൊ കണ്ടോ ഇവിടെയും നിങ്ങൾക്ക് അതർ ലൈൻ ഐറ്റംസ് ആണ് കാണാം. ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പൊ കണ്ടോ ഔട്ട്പുട്ട് IGST എന്നാണ് കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബിസിനസ് ഏരിയ കൊടുക്കാം. ദെൻ ടെക്സ്റ്റിന്റെ അവിടെ പ്ലസ് സൈൻ ഇട്ട് കൊടുത്ത് സേവ് ചെയ്യുക. എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. അപ്പൊ ഡോക്യുമെന്റ് 10,004 കമ്പനി കോഡിൽ പോസ്റ്റ് ആയിട്ടുണ്ടെന്ന് വന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് എൻ്റർ. ക്ലിയർ അല്ലേ? പർച്ചേസും സെയിലും ഇട്ടത് എങ്ങനെയാണെന്നുള്ളത് സെയിം രീതി തന്നെയാണ് പർച്ചേസും സെയിലും ചെയ്തത് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? GST ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാ. എൻട്രി പോസ്റ്റിനകത്ത് വലിയ ഇതൊന്നുമില്ല. ചില കോൺഫിഗറേഷൻസ് ആണ് കുറച്ച് കൂടുതലുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ നാളെ ഒരു ഇത് കൂടെ പഠിക്കും. TDS എന്നാണ്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. TDS അതായത് ടാക്സ് തന്നെയാണ് ഇതും. അപ്പൊ ഈ TDS എന്ന കോൺസെപ്റ്റും ഏകദേശം ഇതുപോലെ തന്നെ കുറെ കോൺഫിഗറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ കോൺഫിഗറേഷൻസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാൻ. അതിന്റെ പോസ്റ്റിങ്ങും സിമ്പിൾ തന്നെയാണ്, പക്ഷെ നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻസ് ആണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ GSTയുടെ കോൺഫിഗറേഷൻസും പോസ്റ്റിങ്ങും ഇന്ന് തന്നെ മാക്സിമം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, പെൻഡിങ് വർക്കുകളൊന്നും ചെയ്യണ്ട. ഇന്ന് നിങ്ങൾ GSTയുടെ കോൺഫിഗറേഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോസ്റ്റിങ്ങും ചെയ്യുക. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ എല്ലാവർക്കും? ഇന്ന് നിങ്ങൾ GST മാത്രം ഫോക്കസ് ചെയ്താൽ മതിയേ. ഓക്കെ അല്ലേ? സഫാന പോയി, ഫാത്തിമദിന ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിബിലയും കഷ്കളും സ്റ്റേ ചെയ്യാം. ഫാത്തിമദിന ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോളൂ, ഇല്ലെങ്കിൽ ഫാത്തിമയ്ക്കും ലീവ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ.